വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കോളേജ് അതേപോലെ തന്നെ സ്കൂളിലൊക്കെ കെട്ടിപ്പോവാനായിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് കാണാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മുടിയിൽ വല്ല ജടയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് കളയാട്ടോ. അതിനുശേഷം നമുക്കിനി ആദ്യത്തെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ മിക്കവാറും നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ സൈഡ് പാർട്ടീഷൻ എടുക്കാം കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ചെയ്യാം, പക്ഷെ ഒന്നും കൂടി ഭംഗി കാണാനായിട്ട് ഇതേപോലെ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ചെയ്യുമ്പോഴായിരിക്കും. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇതേപോലെ കുറച്ച് സെക്ഷൻ മുടി എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു സെക്ഷൻ മുടി ഇതേപോലെ നമ്മുടെ ബാക്കിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഇതേപോലെ ടിക് ടാക് പിന്നോ അതല്ലാന്നുണ്ടെങ്കിൽ സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് കോളേജിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ അത്. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് കാണുക. നമുക്ക് പെട്ടെന്നൊക്കെ നേരം വൈകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ. ഇനി നമുക്ക് രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മുടിയിലെ ജടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാം കേട്ടോ. അതിനുശേഷം ഇതേപോലെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടും ചെയ്യുന്നതും ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് സെൻറ്റർ പാർട്ടീഷനാണ്. അതിനുശേഷം ഇതേപോലെ ചെറിയ സെക്ഷൻ മുടി എടുത്തിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ സെക്ഷൻ ആക്കിയിട്ട് ഈ ഒരു ട്വിസ്റ്റ് ചെയ്തതിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ചെറിയ സെക്ഷൻ മുടി ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അവസാനം എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഭാഗം നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് ഫ്രണ്ടിലേക്കൊന്ന് പുഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ സെക്ഷൻ മുടി ഇതേപോലെ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി കാണാനായിട്ട് ഭംഗിയുണ്ടാവുക. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് സ്കൂളിലേക്കും കോളേജിലേക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. കുർത്തിയുടെ കൂടെ അതേപോലെ തന്നെ സാരിയുടെ കൂടെയായാലും ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കുന്നത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ഹെയർ ആയിട്ട് അങ്ങനെ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ബണ്ണ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ലോ പോണിറ്റെയിലോ അതല്ലാന്നുണ്ടെങ്കിൽ മെടഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമുക്കിത് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് സെക്ഷൻ മുടി എടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് എടുക്കണമെന്നില്ല. ഫ്രണ്ടിൽ നിന്ന് ഇതേപോലെ പകുതി സെക്ഷൻ മുടി മാത്രം ഇതേപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബാക്കിലേക്ക് ആക്കിയിട്ടൊന്ന് ചീന്തി കൊടുക്കാം കേട്ടോ. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ രീതിയിൽ ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ടിക് ടാക് സ്ലൈഡ് വെച്ചിട്ട് ഇതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതും അത്യാവശ്യം നമുക്ക് സിമ്പിളായിട്ട് അതേപോലെ തന്നെ കോളേജിലേക്കും അതേപോലെ തന്നെ സ്കൂളിലേക്കൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതേ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ചെറിയ രീതിയിൽ ആ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് പഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അധികം സമയമൊന്നും എടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ കുറച്ചധികം ബണ്ണുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കളർഫുള്ളായിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ പ്ലെയിന് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു കളറായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏത് പാർട്ടീഷൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. സെൻറ്ററോ അതല്ലാന്നുണ്ടെങ്കിൽ സൈഡ് പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഇതേപോലെ ലോ പോണിറ്റെയിൽ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഒരു സൈഡിലേക്ക് ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുടിയുടെ ലെങ്ത്ത് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ സെക്ഷനാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ കുറച്ച് ഇറക്കിയിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ബാൻഡ് ഇട്ടിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മുടിയുടെ ലെങ്ത്ത് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 സെക്ഷൻ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 3 or 4 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം.
ഇനി ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ആ ഒരു ബാൻഡ് ഇട്ട് കൊടുത്ത ആ ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു ഗ്യാപ്പ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മുടെ മുടിയുടെ അറ്റം അതിൻ്റെ ഉള്ളിലേക്കൂടെ ആയിട്ട് പുറത്തേക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത ബാൻഡ് ഇട്ട ആ ഒരു സ്ഥലത്ത് കൂടെ ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുടിയുടെ അറ്റം അതിൻ്റെ ഉള്ളിലേക്കൂടെ ആക്കിയിട്ട് പുറത്തേക്ക് എടുക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തെ ആ ഒരു ബാൻഡ് ഇട്ട സ്ഥലത്തും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മുടിയുടെ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാ സൈഡും ഇതേപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ആ സൈഡൊക്കെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഒട്ടും ഉള്ളില്ലാത്ത മുടിയുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു ഹെയർ സ്റ്റൈലും നല്ല ഹെയർ സ്റ്റൈലാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ അത്. കളർഫുള്ളായിട്ടുള്ള റബ്ബർ ബാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇത് കാണാനായിട്ട് രസമായിരിക്കും കേട്ടോ. പിന്നെ ഇത് കുറച്ചിങ്ങനെ മെസ്സി ആയിട്ട് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണ് കേട്ടോ അത്. ഇത് നമുക്ക് കോളേജ് അതേപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ട് നല്ല സിമ്പിളായിട്ടും അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും കൂടി ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സൈഡ് പാർട്ടീഷനാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതേപോലെ നമ്മുടെ ചെവിയുടെ ആ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ കുറച്ച് സെക്ഷൻ മുടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിനി പറയുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് എടുത്ത മുടി ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് കൈയായിട്ട് ഇതേപോലെ പിടിച്ചതിന് ശേഷം നല്ലൊരു സ്ലൈഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു ഉള്ളിലേത്തെ ആ ഒരു മുടി ഇതേപോലെ ഒന്ന് പുറത്തേക്ക് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ലൈഡ് വെച്ചതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതുപോലെ ആ ഒരു ചെവിയുടെ ആ ഒരു ഭാഗം വരെ മുടിയെടുക്കുക. അതിന് ശേഷം അതും ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഒരു സ്ലൈഡ് വെച്ചിട്ട് നമുക്ക് ഇതും ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ബാക്കിലത്തെ മുടി ഇതേപോലെ നമുക്കൊന്ന് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സ്ലൈഡ് വെച്ച് ഭാഗമൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അത്. അപ്പോൾ ഇതും നമുക്ക് കോളേജ് അതേപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് എളുപ്പത്തിൽ കെട്ടാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടത്. അപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വിധത്തിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടത്. നിങ്ങളും ഈ ഒരു ഹെയർ സ്റ്റൈൽസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.